foodie, travel, or a happy friends. ഗുഡ് മോർണിംഗ്. കുറേ ആയിട്ടോ ഞാനൊരു വ്ളോഗും വീഡിയോ ഒക്കെ എടുക്കണം വിചാരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ വെതർ എന്നെ നന്നാൻ വേണ്ടി സമ്മതിക്കില്ല. ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ 2 ആഴ്ചത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുപ്പിന് നല്ല കോടമഞ്ഞും ചാറ്റൽ മഴയും. എന്താ ഒരു രസം വെറുതെ അങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാൻ. അങ്ങനെ മടിച്ചിരിപ്പായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എന്നെ തന്നെ കുത്തിപ്പൊക്കി കൂട്ടിന് ഹസ്ബൻഡിനെ വിളിച്ച് ഞങ്ങളൊരു കുട്ടി മോർണിംഗ് വാക്കിന് പോയിട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് കിട്ടുന്നൊരു മീറ്റായി. അതെന്തായാലും ഇന്ന് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ച് ദൂരം ഒത്തിരി വർത്തമാനം, കുറേ സന്തോഷം കിട്ടിയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു മോളിൽ പോയിട്ട് അവിടുത്തെ കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടുത്തെ ടിമ്മിൽ പോയി ഒരു ചായയൊക്കെ വാങ്ങി കുറേ സൊറ പറഞ്ഞ് അങ്ങനെയും നടന്നു. എനിക്കാണെങ്കിൽ ഒരു കടയിൽ പോയാൽ ആ കട മൊത്തത്തിൽ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ഹസ്ബൻഡ്. ആൾക്കാണെങ്കിൽ കടയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ, ആവശ്യമുള്ള സാധനം മാത്രം എടുത്തിട്ട് തിരിച്ചു വരുന്ന പ്രകൃതമാണ്. ഇന്ന് എന്തായാലും കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ ക്ലൈമറ്റ് മൊത്തത്തിൽ നല്ലതാണ്. അത് കാരണം ഇന്ന് പുള്ളി കൂടിയിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ കടയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോന്നു. ഇവിടെ കാനഡയിലുണ്ടല്ലോ, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ ഒത്തിരി സന്തോഷത്തോടെ തന്നെയാണ് ഇവിടുത്തെ ഓരോ സീസൺസും അവർ വെൽക്കം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കടകളിൽ ഓരോ സീസൺസിനും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ സീസണിൽ അവർ വെക്കുന്നത്. ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ സ്പ്രിംഗ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് വേണ്ട സാധനങ്ങളായിരിക്കും അവരിവിടുത്തെ ഹോം ഡെക്കർ സെഷനിൽ വെക്കുക. അപ്പോൾ അതൊക്കെ വാങ്ങി ഇവിടുത്തെ വീടുകളും പരിസരവും ഒക്കെയും നല്ല ഭംഗിക്ക് അവർ ഒരുക്കും കേട്ടോ. നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. അതിപ്പോൾ സീസൺ തന്നെ ആവണമെന്നില്ല കേട്ടോ. എനി കൈൻഡ് ഓഫ് സെലിബ്രേഷൻ അവർ ഇതുപോലെ തന്നെയാണ് അവരുടെ വീടും പരിസരമൊക്കെ ഒരുക്കും നല്ല ഭംഗിയായിട്ട്. ഒരുപാട് എൻജോയ് ചെയ്താണ് ഇവിടുത്തെ ആൾക്കാർ അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഈ ഡെക്ക പീസസ് ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്നപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് തനിക്ക് ലോഗിൻ ചെയ്യാനുള്ള ടൈം ആയെന്ന്. അപ്പോൾ അതോടെ ഞങ്ങളുടെ ഷോപ്പിങ്ങും ഞങ്ങൾ റാപ്പ് ചെയ്ത് ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ശരി, പിന്നെ അടുത്തൊരു വ്ളോഗിൽ കാണാം. അൺടിൽ ദെൻ ബൈ. Stop. Don't forget to hit the like subscribe button.